1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. രാധിക എപ്പോ വന്നു? ദാ ഇപ്പൊ വന്നതേയുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങള് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നല്ലാതെ ഒന്നും വന്ന് അന്വേഷിച്ചില്ലല്ലോ. ഇന്ന് പോകാൻ നാളെ പോകാന്ന് പറഞ്ഞ് മാറ്റി മാറ്റി അങ്ങ് വെക്കും. ഇന്നിപ്പോ മാധവേട്ടൻ പറഞ്ഞു ഒന്ന് പോയിട്ട് വരാൻ. അതെന്തായാലും നന്നായി. അന്യരുടെ വീടൊന്നല്ലല്ലോ. ദേവിക മോളെ കെട്ടിച്ചു വിട്ടത് ചന്ദ്രോത്താണെങ്കിലും ഇത് പ്രഭക്കുഞ്ഞിന്റെ വീടാ. പിന്നെ ഇളയ മോളെ ഞങ്ങളിങ്ങോട്ട് എടുക്കല്ലേ. ശാരികെ, സുഖായിട്ടിരിക്കുന്നു മോളെ? ആ, സുഖായിരിക്കുന്നു. ശാരിയുടെ നവീന്റെ കല്യാണം നടക്കുന്നതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പ്രഭയോടാ. പഠിത്തം കഴിഞ്ഞു മതിന്ന് ബലം പിടിച്ച് നിൽക്കായിരുന്നു ശാരി. പ്രഭയുടെ ഒറ്റ ഫോൺ വിളിയില്ല കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത്. എല്ലാം നന്നായിട്ട് വരട്ടെ. ആ, പ്രഭ എവിടെ പോവുമല്ലേ? പോയിട്ട് വരൂ, ഞങ്ങൾ വൈകിട്ടേ പോവൂ. ഞാൻ മിനിസ്റ്റർ മേരി തോമസിനെ ഒന്ന് കാണാൻ പോവാ. 1-2 കാര്യങ്ങൾ സംസാരിക്കണം. എന്നെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതായി. എന്നാലും ചെയ്യേണ്ടത് ചെയ്യണമല്ലോ. വീണ്ടും തുടങ്ങി. ഇങ്ങനെ നിരാശപ്പെടരുതെന്ന് പറഞ്ഞതല്ലേ കുഞ്ഞെ. കേസും അതൊക്കെ ഇനിയും കിടക്കുക. പിന്നല്ലാതെ മുമ്പ് മീരയുടെ കേസില് നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങൾ ഓർമ്മയില്ലേ? ഒക്കെ അവസാനിച്ചു എന്ന് ഉറപ്പിച്ചതല്ലേ? എല്ലാം കൈവിട്ട് നിൽക്കുന്ന അവസ്ഥയിലല്ലേ നമ്മൾ അന്ന് നിന്നത്? അവസാനം സത്യം തെളിഞ്ഞില്ലേ? ഇതൊക്കെ തന്നെ ഞങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. കേൾക്കുന്ന സമയത്ത് എല്ലാം ശരിയാവും പറയും. കുറച്ച് കഴിയുമ്പോ വീണ്ടും മനപ്രയാസാവും. മീരയുടെ കേസ് പോലെ അല്ലിത്. അന്ന് തോൽവിയുടെ വക്കിൽ വന്നിട്ട് നമ്മൾ ജയിക്കായിരുന്നു. ഇത് തിരിച്ചാ. ജയത്തിന്റെ തൊട്ടടുത്തെത്തിയതല്ലേ. ഉച്ചയ്ക്ക് കോടതി പിരിയുമ്പോ ജയമുറപ്പിച്ച് പലരെയും വിളിച്ച് വിധി വന്നതുപോലെ തന്നെ സന്തോഷിച്ചതല്ലേ. ഒരു നിമിഷം കൊണ്ട് എല്ലാം തലകുത്തനെയായി. തലകുത്തനെ വീണതേ തിരിഞ്ഞ് നേരെ വരും. നോക്കിക്കോ, നമ്മൾ തന്നെ ജയിക്കും. ആന്റി വേഗം ചെല്ല്, മിനിസ്റ്റർ കാണേണ്ടതല്ലേ. ശരി, നിങ്ങളിരിക്കെ സംസാരിക്ക. ഞാൻ ഇറങ്ങാം. ചന്ദ്രത്തിന്റെ വീഴ്ച ഒരു വല്ലാത്ത വീഴ്ചയായിപ്പോയി. ഒന്നുമില്ല, ഈ കേസ് നമ്മൾ തന്നെ ജയിക്കും. നിങ്ങൾ അകത്തോട്ട് വന്നേ. വാ രാധികേ, മക്കളെ വാ.